ഹായ്, നമസ്കാരം. എൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മിററുകളുമായിട്ട് ബന്ധപ്പെട്ട ജനറൽ ആയിട്ടുള്ള ചില ആശയങ്ങൾ അല്ലേ, നമ്മൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ കണ്ടു. ഇന്ന് നമ്മൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ചില കൺസെപ്റ്റുകളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് നിങ്ങൾ അറിയേണ്ടത് ഇമേജ് ഫോർമേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഹൈസ്കൂൾ ലെവലിൽ തന്നെ, ഇപ്പോൾ 10th ലെവലിൽ തന്നെ പഠിക്കുന്ന ചില കാര്യങ്ങളാണ്. പിന്നീട് ചെന്ന് കഴിഞ്ഞാൽ +2 നമ്മൾ വീണ്ടും അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. +2 വരെയുള്ള നമ്മുടെ സബ്ജക്റ്റിനെ കുറിച്ചൊരു നല്ല നോളജ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാറ്റഗറി 3 സബ്ജക്റ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള മാർക്ക് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് നല്ല രീതിയിൽ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഇമേജ് ഫോർമേഷനിലേക്ക് വരുമ്പോൾ റേ ഡയഗ്രത്തിനകത്ത് കോൺകേവ് മിററും കോൺവെക്സ് മിററും രണ്ടും കൊടുത്തിട്ടുണ്ട്. ആദ്യം പഠിക്കേണ്ടത് ഒരു റേ ഒരു പർട്ടിക്കുലർ രീതിയിൽ വന്നു കഴിയുമ്പോൾ അത് റിഫ്ലക്ഷന് ശേഷം ഏത് റൂട്ടിലൂടെ അത് കടന്നു പോകുന്നുള്ളതാണ്. ഒന്നാമത്തെ കേസ് നോക്കിയോളൂ. ഒന്നാമത്തെ കേസിൽ പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസ്. എന്താ പ്രിൻസിപ്പൽ ആക്സിസ്? ഫോക്കസിലും അതുപോലെ തന്നെ പോളിലും സെൻറ്റർ ഓഫ് കർവേച്ചറും ഒക്കെ ടച്ച് ചെയ്തുകൊണ്ട് കടന്നു പോകുന്ന ഒരു ലൈൻ ഉണ്ട്. അതാണ് നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്. ഈ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ടൊരു റേ വന്ന് വീണാൽ, ഇതാ കറക്റ്റ് കണ്ടോ, പാരലായിട്ടുള്ള റേ വന്നിരിക്കുന്നത്. അങ്ങനെ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ടൊരു റേ വന്ന് വീണാൽ അത് റിഫ്ലക്റ്റ് ചെയ്തിട്ട് എതിലേ കടന്നു പോകും? കറക്റ്റ് ഫോക്കസിലൂടെ കടന്നു പോകും. കണ്ടോ, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ടൊരു റേ വന്ന് വീണാൽ അത് കറക്റ്റ് റിഫ്ലക്ഷന് ശേഷം ഫോക്കസിലൂടെ കടന്നു പോകും. അതേപോലെ തന്നെയാണ് കോൺവെക്സ് മിററിൻ്റെ കേസിൽ നോക്കിയോ, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ടൊരു റേ വന്നിരിക്കുന്നു. അത് റിഫ്ലക്ഷന് ശേഷം പോകുന്ന ആ പാത്തിനെ ഒന്ന് റീട്രേസ് ചെയ്ത് പുറകോട്ട് വരച്ച് കഴിഞ്ഞാൽ അത് ഫോക്കസിൽ നിന്ന് വരുന്ന പോലെയല്ലേ തോന്നുന്നത്? അതാണ് അവിടെ ഫോക്കസാണ് പ്രധാനപ്പെട്ട ആൾ. കോൺകേവ് മിററിൻ്റെ കേസിൽ അത് റിഫ്ലക്ഷന് ശേഷം ഫോക്കസിലൂടെ തന്നെ കടന്നു പോകും, മറ്റേത് ഫോക്കസിൽ നിന്ന് വരുന്നതായിട്ട് നമുക്ക് തോന്നും എന്നുള്ളതാണ്. ഇത് രണ്ടും ഓർത്തിരിക്കുക. പാരലായിട്ടൊരു റേ കടന്നു പോകുമ്പോൾ എങ്ങനെയാണ് റിഫ്ലക്ഷൻ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ റിഫ്ലക്ഷന് ശേഷം എങ്ങനെയാണ് അത് ആ ലൈൻ അല്ലെങ്കിൽ ആ റേ പാസ് ചെയ്ത് പോകുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. ഇതിങ്ങനെ തന്നെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒരുപാട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിനകത്ത് ഇത് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തേത് നോക്കൂ, ഇവിടെ ഇൻസിഡൻറ്റ് റേ എന്ന് പറയുന്നത് ഫോക്കസിലൂടെ കടന്നു പോവാണ്. കറക്റ്റ് ഫോക്കസിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ കറക്റ്റ് ഫോക്കസിലൂടെ കടന്നു പോയി കഴിയുമ്പോൾ റിഫ്ലക്ഷന് ശേഷം അത് ആ പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് പോകുന്നത് കാണാൻ പറ്റും. കണ്ടോ? അപ്പോൾ നേരത്തെ പറഞ്ഞത് എന്താ? പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് വരുന്നത് റിഫ്ലക്ഷന് ശേഷം ഫോക്കസിലൂടെ കടന്നു പോകും. ഇത്തവണ പറയുന്നു ഫോക്കസിലൂടെ വരുന്നത് റിഫ്ലക്ഷന് ശേഷം പാരലായിട്ട് പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് കടന്നു പോകും. അപ്പോൾ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കഴിഞ്ഞാൽ സംഭവം സിമ്പിളാണ്. സോ രണ്ടും ഒറ്റ സ്ട്രെച്ചിൽ തന്നെ പഠിച്ചു വയ്ക്കാവുന്നതേ ഉള്ളൂ. അടുത്ത കേസ് നിങ്ങൾക്ക് നോക്കാമല്ലോ. ഇതുപോലെ തന്നെ ഫോക്കസിലേക്ക് വന്ന് വീഴുന്നു. കണ്ടോ? അതെ, അവിടെ നീട്ടി വരച്ച് കഴിഞ്ഞാൽ ഫോക്കസിനെ പോയിന്റ് ചെയ്താണ് ആ ഇൻസിഡൻറ്റ് റേ വരുന്നത്. ഏതിൻ്റെ കേസായത്? കോൺവെക്സ് മിററിൻ്റെ കേസാണ്. ദെൻ റിഫ്ലക്റ്റ് ചെയ്തിട്ട് പാരലായിട്ട് കടന്നു പോകുന്നു. ഇതാണ് അവിടെ സിമ്പിളായിട്ട് ഓർത്തിരിക്കാവുന്നതേ ഉള്ളൂ. കാറ്റഗറി 3 ഫിസിക്കൽ സയൻസുകാരെല്ലാവരും സയൻസിൽ ഫിസിക്സും കെമിസ്ട്രിയും പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഉറപ്പായിട്ടും ഡിഗ്രി ലെവലിൽ ഇത് പഠിച്ചിട്ടുള്ളതാണ്. സോ നിങ്ങൾക്ക് ഒറ്റത്തവണ കേൾക്കുമ്പോൾ തന്നെ ഇത് നിങ്ങൾക്കൊന്ന് ഓർത്തിരിക്കാവുന്നതേ ഉള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, ഒരിക്കലും മറക്കരുത്. ഇനി മൂന്നാമത്തെ കേസ് എന്താ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസാണ്. ഇതിങ്ങനെ തന്നെ ചോദിക്കാം. കോൺകേവ് മിറർ ആയാലും കോൺവെക്സ് മിറർ ആയാലും കറക്റ്റ് സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെയാണ് ഒരു റേ കടന്നു പോകുന്നതെങ്കിൽ, കറക്റ്റ് സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെയാണ് റേ കടന്നു പോകുന്നതെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്ത് മിററിൽ വന്ന് തട്ടി റിഫ്ലക്റ്റ് ചെയ്ത ശേഷം അതേ വഴിക്ക് തിരിച്ചു പോകും. സോ സെയിം റൂട്ട് തന്നെ അത് തിരിച്ചു പോകും. അത് കറക്റ്റ് സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെ ആ ലൈറ്റ് റേ വന്ന് വീഴുമ്പോൾ മാത്രമാണ് ഇങ്ങനെ സംഭവിക്കുക. ഇനി അടുത്തത് കോൺവെക്സിൻ്റെ കേസിൽ എന്താ? സെയിം അല്ലേ? നോക്കിയേ, സെൻറ്റർ ഓഫ് കർവേച്ചറിലേക്ക് വന്ന് വീഴുന്നതായിട്ട് തോന്നി. കണ്ടോ? നീട്ടി വരച്ചപ്പോൾ അവിടെ സെൻറ്റർ ഓഫ് കർവേച്ചറിലോട്ടാണ് മുട്ടിയിരിക്കുന്നത്. സെയിം പാത്ത് വഴി തന്നെ തിരിച്ചു പോയി. അപ്പോൾ സെയിം റൂട്ട് തന്നെ റീട്രേസ് ചെയ്യുന്നത് ഏത് കേസിലാണെന്ന് പഠിച്ചു വയ്ക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ്, നോട്ട് ചെയ്യേണ്ടതാണ്. അടുത്ത കേസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. കറക്റ്റ് പോളിലേക്ക് വന്ന് വീഴുമ്പോൾ, കറക്റ്റ് ആ റേ എന്ന് പറയുന്നത് വന്ന് എങ്ങോട്ട് വന്ന് വീഴും? പോളിലേക്ക് വന്ന് വീഴും. അപ്പോൾ അതേ ആംഗിളിൽ, അതായത് വന്ന് വീഴുന്ന അതേ ആംഗിളിൽ തന്നെ തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്ന നമ്മുടെ ലോസ് ഓഫ് റിഫ്ലക്ഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം അതവിടെ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയും അങ്ങനെ തന്നെ കണ്ടോ, ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും സെയിം ആയിരിക്കും. രണ്ട് മിററിൻ്റെ കേസിലും അത് അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മൾ എന്തിനാണ് ഇങ്ങനെ റേ ഡയഗ്രം വരയ്ക്കുന്നത്? റേ ഡയഗ്രം വരച്ചുകൊണ്ട് നമുക്ക് ഇമേജ് ഫോം ചെയ്യുന്നത് എവിടെയാണ് എന്ന് കാണാൻ പറ്റും. ഇപ്പോൾ സാധാരണ PSC പരീക്ഷകളിൽ പോലും അല്ലെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ടുള്ള കാറ്റഗറി 2 പോലും ഒക്കെ നമുക്ക് ഈ ഇമേജ് ഫോർമേഷൻ എവിടെ സംഭവിക്കുന്നു എന്നുള്ള ടൈപ്പ് ചോദ്യങ്ങൾ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാറുണ്ട്. കാരണം എല്ലാവർക്കും അത് പഠിച്ചു വയ്ക്കാൻ എളുപ്പമല്ല. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഡിഗ്രി ലെവൽ വരെ സബ്ജക്റ്റ് പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഉറപ്പായിട്ടും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഉറപ്പായിട്ടും ചോദിക്കാനും സാധ്യതയുണ്ട്. എന്താ ഇമേജ് എവിടെ ഫോം ചെയ്യുന്നു, ഇമേജ് എവിടെ ഫോം ചെയ്യുന്നു, ഓരോ കേസിലും ഇമേജ് എവിടെ ഫോം ചെയ്യുന്നു എന്നുള്ള ടേബിൾ നമുക്ക് NCERTയുടെ ടെക്സ്റ്റ് ബുക്കുകളിലും അതുപോലെ SCERTയുടെ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ കോളമായിട്ട് തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇമേജ് ഫോം ചെയ്യുന്നത് എവിടെയാണ് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ
കണ്ടുപിടിക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 റേ ഡയഗ്രാം 2 റേസിനെങ്കിലും വരയ്ക്കണം. എന്നിട്ട് അത് തമ്മിൽ കൂട്ടിമുട്ടുന്ന എവിടെയാണെന്നൊക്കെ കണ്ടുപിടിക്കണം. അങ്ങനെ ഇത്തരം കാര്യങ്ങളൊന്നും ഓർത്തില്ലെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇൻഫിനിറ്റിയിൽ ഒരു ഒബ്ജക്റ്റ് വെച്ചാൽ, ഒരു ഒബ്ജക്റ്റ് നമ്മൾ ഇൻഫിനിറ്റി കൊണ്ട വെച്ചു, ഇമേജ് ഫോം ചെയ്യുന്ന എവിടെയാണ്? കറക്റ്റ് ഫോക്കസിലാണ്. കണ്ടോ, രണ്ടുകൂടി കൂട്ടിമുട്ടിരിക്കുന്ന ഫോക്കസിലാണ്. അപ്പോൾ ഇൻഫിനിറ്റിയിലാണ് ഒബ്ജക്റ്റ് വെക്കുന്നതെങ്കിൽ കറക്റ്റ് ഫോക്കസിലാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. ആ ഇമേജിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കിയേ, റിയലാണ്, ഇൻവേർട്ടഡ് ആണ്, പോയിന്റ് സൈസിലാണ്. ഇത് ഏത് മിററിൻ്റെ കേസിലാണ് നമ്മളിപ്പോൾ പറയുന്നത്? കോൺകേവ് മിററിൻ്റെ കേസിലുള്ള ഇമേജ് ഫോർമേഷൻ ആണേ. കോൺകേവ് മിററിൻ്റെ കേസിലുള്ള ഇമേജ് ഫോർമേഷനാണ്. സോ ഇവിടെ നമ്മൾ ഇൻഫിനിറ്റിയിൽ ഒബ്ജക്റ്റ് വെച്ചാൽ ഫോക്കസിൽ ഇമേജ് ഫോം ചെയ്യും. അത് റിയൽ ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും, പോയിന്റ് സൈസ്ഡ് ആയിരിക്കും. റിയൽ ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താ? യഥാർത്ഥമായിട്ടുള്ള ഇമേജ് ആണ്. അത് നമുക്കൊരു സ്ക്രീനിൽ പതിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇൻവേർട്ടഡ് എന്ന് പറഞ്ഞാൽ എന്താ? തലകീഴായിട്ടായിരിക്കുന്നത്, തലതിരിഞ്ഞിരിക്കുന്നതാണ് ഇൻവേർട്ടഡ് എന്ന് പറയുന്നത്. പോയിന്റ് സൈസ് എന്ന് പറഞ്ഞാൽ വളരെ സൈസ് കുറവാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ രണ്ടാമത്തെ കേസിൽ നമ്മൾ പറയുന്നു, ഇൻഫിനിറ്റിക്കും സെൻറ്റർ ഓഫ് കർവേച്ചറിനും ഇടയിൽ, ഇൻഫിനിറ്റിക്കും സെൻറ്റർ ഓഫ് കർവേച്ചറിനും ഇടയിലാണ് നമ്മളൊരു ഒബ്ജക്റ്റിനെ വെക്കുന്നതെങ്കിൽ ഫോക്കസിനും സെൻറ്റർ ഓഫ് കർവേച്ചറിനും ഇടയിലാണ് ആ ഒരു ഇമേജ് ഫോം ചെയ്യുന്നത്. ഫോക്കസിനും സെൻറ്റർ ഓഫ് കർവേച്ചറിനും ഇടയിലാണ് ആ ഒരു ഇമേജ് ഫോം ചെയ്യുന്നത്. റിയലാണ്, യഥാർത്ഥമാണ്, ചെറുതാണ്, സ്മോളറാണ്, ഒബ്ജക്റ്റിനേക്കാളും ചെറുതാണ്, ഇൻവേർട്ടഡ് ആണ്, സ്റ്റിൽ ഇൻവേർട്ടഡ് ആണ്. റിയലാണ്, ഇൻവേർട്ടഡ് ആണ്, സ്മോളറാണ് ഇമേജ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. അടുത്ത് നോക്കിയോ, നമ്മൾ കറക്റ്റ് സീൽ വെച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. കറക്റ്റ് സെൻറ്റർ ഓഫ് കർവേച്ചറിലാണ് ഒരു ഇമേജ് വെക്കുന്നതെങ്കിൽ അവിടെ തന്നെ ആയിരിക്കും, ഒബ്ജക്റ്റ് വെക്കുന്ന സെൻറ്റർ ഓഫ് കർവേച്ചറിലാണെങ്കിൽ അവിടെ തന്നെയാണ് ഇമേജും ഫോം ചെയ്യുന്നത്. അത് റിയലാണ്, ഇൻവേർട്ടഡ് ആണ്, മാത്രമല്ല സെയിം സൈസാണ്. അതായത് ഒബ്ജക്റ്റിൻ്റെ അതേ സൈസിലുള്ള ഇമേജ് ഏത് കണ്ടീഷനിലാണ് നമുക്ക് കിട്ടുക എന്നുള്ള ചോദ്യം പലപ്പോഴും ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. അത് സെൻറ്റർ ഓഫ് കർവേച്ചറിൽ ഒബ്ജക്റ്റ് വെക്കുമ്പോൾ സെൻറ്റർ ഓഫ് കർവേച്ചറിൽ തന്നെ ഇമേജ് ഫോം ചെയ്യുന്ന കേസിലാണ് റിയലും സെയിം സൈസും ഇൻവേർട്ടഡും ആയിട്ടുള്ള ഇമേജ് കിട്ടുക. ദെൻ അടുത്തത്, സിക്കും എഫിനും ഇടയിലാണ് ഒരു ഒബ്ജക്റ്റ് വെക്കുന്നതെങ്കിൽ, സിക്കും എഫിനും ഇടയിലാണ് ഒരു ഒബ്ജക്റ്റ് വെക്കുന്നതെങ്കിൽ സിക്കും ഇൻഫിനിറ്റിക്കും ഇടയിലാണ് നമുക്ക് എന്ത് കിട്ടുക? ഇമേജ് കിട്ടുക. നോക്കിയാൽ സിക്കും ഇൻഫിനിറ്റിക്കും ഇടയിൽ. അപ്പോൾ റിയലാണ്, എൻലാർജ്ഡ് ആണ്, ഇൻവേർട്ടഡ് ആണ്. റിയലാണ്, എൻലാർജ്ഡ് ആണ്. അപ്പോൾ സെയിം സൈസ് കഴിഞ്ഞാൽ പിന്നെ എന്താ? എൻലാർജ്ഡ് ആയിരിക്കും അവിടെ കിട്ടുക. റിയലാണ്, എൻലാർജ്ഡ് ആണ്, ഇൻവേർട്ടഡ് ആണ്. ചോദിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി നോക്കിയേ, കറക്റ്റ് ഫോക്കസിൽ കൊണ്ടുവച്ചാൽ അറ്റ് ഫോക്കസ് ആണെങ്കിൽ അറ്റ് ഇൻഫിനിറ്റി ആണ്. കണ്ടോ, നേരത്തെ നോക്കിയാൽ ഇൻഫിനിറ്റിയിൽ വെച്ചപ്പോൾ ഫോക്കസിലാണ് കിട്ടിയെങ്കിൽ ഫോക്കസിൽ വെക്കുമ്പോൾ ഇൻഫിനിറ്റിയിലാണ് ഇമേജ് കിട്ടുന്നത്. അത് റിയലാണ്, ഇൻഫിനിറ്റ്ലി ലാർജ് ആണ്, വലിയ ഇമേജ് ആണ് കിട്ടുന്നത്, തലകീഴായതാണ്, ഇൻവേർട്ടഡ് ആണ്. അതേപോലെ ഇനിയുള്ള ഒരൊറ്റ കേസ്, പോളും ഫോക്കസും. പോളിനും ഫോക്കസിനും ഇടയിൽ കൊണ്ടുവച്ചു, ഫോക്കസിനും പോളിനും ഇടയിൽ കൊണ്ട് ഒബ്ജക്റ്റ് വെച്ചു. മിററിന് പുറകിലായിട്ടാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. അത് വെർച്വൽ ആണ്, എൻലാർജ്ഡ് ആണ്, എറക്റ്റ് ആണ്. അപ്പോൾ ചോദ്യം ഇതാണ്, വെർച്വലും എൻലാർജ്ഡും ആയിട്ടുള്ള ഇമേജിനെ അല്ലെങ്കിൽ വെർച്വൽ ഇമേജിനെ കോൺകേവ് മിറർ ഉണ്ടാക്കുന്നത് ഏത് കേസിലാണ്? ഒരൊറ്റ കേസിലുള്ള അങ്ങനെ വരുന്നുള്ളൂ. അത് ഏത് കേസിലാണ്? പോളിനും ഫോക്കസിനും ഇടയിൽ ഒബ്ജക്റ്റ് വെക്കുമ്പോൾ മാത്രമാണ്. അപ്പോൾ ഒന്ന് റിവൈൻഡ് ചെയ്യുകയാണ്, ഇതിനെ കണക്ട് ചെയ്ത് പഠിക്കാൻ എളുപ്പമല്ലേ. അതായത് ഇവിടെ നിങ്ങൾ ഇൻഫിനിറ്റിയിൽ വെച്ചാൽ ഫോക്കസിൽ വരും, അപ്പോൾ ഫോക്കസിൽ വെച്ചാൽ ഇൻഫിനിറ്റിയിൽ വരും. ഇനി ഇൻഫിനിറ്റിക്കും സെൻറ്റർ ഓഫ് കർവേച്ചറിനും ഇടയ്ക്ക് വെച്ചാൽ ഫോക്കസിനും സെൻറ്റർ ഓഫ് കർവേച്ചറിനും ഇടയിൽ വരും. ഫോക്കസിനും സെൻറ്റർ ഓഫ് കർവേച്ചറിനും ഇടയിൽ ഒബ്ജക്റ്റ് വെച്ചാൽ നമ്മൾക്ക് നേരെ തിരിച്ച് ഇൻഫിനിറ്റിക്കും സെൻറ്റർ ഓഫ് കർവേച്ചറിനും ഇടയിൽ ഇമേജ് കിട്ടും. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തലതിരിച്ച് വെച്ചാൽ മതി, വേറെ ഒന്നുമില്ല. 2 പഠിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തെ 2 ഓട്ടോമാറ്റിക്കലി പഠിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. സിയിൽ വെക്കുമ്പോൾ സിയിൽ തന്നെ ഇമേജ് റിയലും സെയിം സൈസും തലകീഴായതുമായിരിക്കും എന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഇതാണ് അതിനകത്ത് സംഭവിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. ചോദ്യം ഇനിയും പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി കോൺകേവിൻ്റെ കേസാണ് ഇപ്പോൾ പറഞ്ഞതെങ്കിൽ അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് കോൺവെക്സ് മിറർ ഉണ്ടാക്കുന്ന ഇമേജിൻ്റെ പ്രത്യേകതകളാണ്. കോൺവെക്സ് മിറർ ഉണ്ടാക്കുന്നത് എപ്പോഴും വെർച്വൽ ആണ്, എറക്റ്റ് ആണ്, ഡിമിനിഷ്ഡ് ആണ്. എൻലാർജ്ഡ് ഇമേജിനെ തരാൻ ആർക്ക് പറ്റില്ല? കോൺവെക്സ് മിററിന് സാധിക്കില്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ ഡിമിനിഷ്ഡ് ആയിട്ടുള്ള ഇമേജ് ആണ്, നിവർന്ന എറക്റ്റ് ആയിട്ടുള്ള ഇമേജ് ആണ്, അതുപോലെ തന്നെ വെർച്വൽ ആയിട്ടുള്ള ഇമേജ് ആണ് ആര് തരുന്നത്? കോൺവെക്സ് മിറർ തരുന്നത്. Whatever may be the position of the object, the position of image is always between the pole of the mirror and the principal focus. പോളിനും പ്രിൻസിപ്പൽ ഫോക്കസിനും ഇടയിൽ ആണ് ഇമേജ് ഫോം ചെയ്യുന്നത് ഈ എല്ലാ കേസിലും എന്ന് നമ്മൾ പഠിക്കുക. ഇനി വെർച്വൽ ഇമേജ് മെയ്ഡ് ബൈ എ കോൺകേവ് മിറർ ഈസ് ഓൾവേസ് എൻലാർജ്ഡ്. വെർച്വൽ ഇമേജ് എന്ന് പറയുന്നത് എപ്പോഴും എൻലാർജ്ഡ് ആയിട്ടുള്ളതായിരിക്കും തന്നിരിക്കുന്നത്. ഏറ്റവും വലിയ ഇമേജ് ആയിരിക്കും ആ വെർച്വൽ ഇമേജ് എന്ന് പറയുന്ന കോൺകേവ് മിററിൻ്റെ കേസിൽ കിട്ടുന്നത്. കോൺകേവ് മിററിൻ്റെ കേസിലേക്ക് നമ്മൾ പറഞ്ഞല്ലോ, വെർച്വൽ ഇമേജ് കിട്ടുന്ന ഏറ്റവും അവസാനത്തെ കേസിലാണ് അത് എൻലാർജ്ഡ് ആയിരുന്നു. പക്ഷേ വെർച്വൽ ഇമേജ് കോൺവെക്സ് മിററിൻ്റെ കേസിൽ വരുമ്പോൾ അത് ഡിമിനിഷ്ഡ് മാത്രമായിരിക്കും എന്നുകൂടി നോട്ട് ചെയ്യുക. അപ്പോൾ ഈ പ്രധാനപ്പെട്ട 4 പോയിന്റ്സ് കൂടി പഠിച്ചു വയ്ക്കുക. കോൺവെക്സും കോൺകേവ് മിററുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് അത് പ്രധാനമായിട്ടും ചോദ്യമായിട്ട് വരാറുള്ളതാണ്.
ഇനി മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താ? നമുക്ക് കിട്ടുന്ന ഇമേജിന് ഒരു ഹൈറ്റ് ഉണ്ട്, അതിനെ HI എന്ന് എടുക്കാം അല്ലേ, HI എന്ന് എടുക്കാം. അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഒബ്ജക്റ്റിന് ഒരു ഹൈറ്റ് ഉണ്ട്, അതിനെ നമുക്ക് HO എന്നും എടുക്കാം. HIയും HOയും ഹൈറ്റ് ഓഫ് ഇമേജും ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റും. ഇത് തമ്മിലുള്ള റേഷ്യോനെയാണ് ഹൈറ്റ് ഓഫ് ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റിനെയാണ് മാഗ്നിഫിക്കേഷൻ എന്ന് പറയുക. നമുക്ക് വേറൊരു രീതിയിൽ അതിൻ്റെ ഇക്വേഷൻ കാണിക്കാം. -v/u, m = -v/u. അവിടെ v എന്താ? ഇമേജ് ഡിസ്റ്റൻസ് ആണ്. u എന്താ? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ്. ഇത് രണ്ടിലുള്ള റിലേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഓർത്തിരിക്കാനായിട്ട് സാധിക്കും. സോ മാഗ്നിഫിക്കേഷൻ ഈസ് ദ റേഷ്യോ ഓഫ് ഹൈറ്റ് ഓഫ് ദി ഇമേജ് ടു ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഈ പറയുന്ന രീതിയിൽ നെഗറ്റീവായിട്ടുള്ള -v/u എന്നുള്ള ഇക്വേഷൻ കൂടി അവിടെ നോട്ട് ചെയ്ത് വയ്ക്കുക. മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് എത്രത്തോളം വലുതാണ് ഇമേജ് അല്ലെങ്കിൽ എത്രത്തോളം ചെറുതാണ് ഇമേജ് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു നമ്പർ മാത്രമാണ്. അതിന് യൂണിറ്റ് ഇല്ല എന്നുള്ളത് കൂടി അവിടെ നോട്ട് ചെയ്ത് വയ്ക്കാം. വളരെ പ്രധാനപ്പെട്ട ഐഡിയാസ് ആണ്. എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു മേഖലയാണ് കേട്ടോ. ആവർത്തിച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. അപ്പോൾ ഇനി ജനറൽ ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് തിരിച്ചു പോവാണ്. ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അവിടെ നമ്മൾ പറയുന്നത് എന്താ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നതും ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നതും സെയിം ആയിരിക്കും എന്നുള്ളതാണ് നമ്മളവിടെ പഠിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഇക്വേഷനായിട്ട് അല്ലേ. നേരത്തെ ഞാൻ പറഞ്ഞു, അത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നതും അതേപോലെ തന്നെ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നതും സെയിം ആയിരിക്കും. I = R എന്നുള്ളതാണ് അവിടെ വരുന്നത്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് = ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അതേപോലെ നോർമൽ ഉണ്ടല്ലോ അവിടെ. അപ്പോൾ ഇതിനകത്ത് ഇൻസിഡൻറ്റ് റേ, വന്ന് വീഴുന്ന റേ, റിഫ്ലക്റ്റഡ് റേ, അതുപോലെ നോർമലും എല്ലാം സെയിം പ്ലെയിനിലായിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളതും രണ്ടാമത്തെ ഒരു ലോ ആയിട്ട് പറയുന്നുണ്ട്. ഇതാണ് ലോസ് ഓഫ് റിഫ്ലക്ഷനിൽ വരുന്ന പ്രധാനപ്പെട്ട ഐഡിയ. ഈ ചിത്രത്തിൽ കാണുന്നത് എന്നെ തന്നെയാണ്, വേറെ ആരെയല്ല. ഇത് നമ്മുടെ പ്ലാനറ്റോറിയത്തിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. രണ്ട് മിററുകൾ തമ്മിൽ ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ആംഗിളിൽ വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് ഇമേജസ് അവിടെ ഫോം ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പോൾ നേരത്തെ ഞാൻ ആ പ്രത്യേകതകൾ പറഞ്ഞു അല്ലേ, മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻസ് ഉണ്ടാക്കാനായിട്ട് പ്ലെയിൻ മിററിന് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ അവിടെ പോയപ്പോൾ എടുത്തൊരു ഫോട്ടോയാണ്. ഇതിൽ ഈ ഇരിക്കണ ഒറിജിനൽ ഞാൻ, ബാക്കിയുള്ളതെല്ലാം എൻ്റെ ഒറിജിനൽ അല്ല, എൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇമേജസ് ആണ് കാണുന്നതൊക്കെ. അപ്പോൾ എത്ര ഇമേജസ്, ഹൗ മെനി ഇമേജസ് ആർ ദെയർ? അതാണ് ഒന്നാമത്തെ ചോദ്യം. നിങ്ങൾക്ക് എണ്ണി കഴിയുമ്പോൾ ഒറിജിനൽ എന്നെ വിട്ടേര്, ബാക്കിയുള്ളതാണ് ഇമേജസ് അല്ലേ. 1 2 3 4 5 ആണോ? 5 ഇമേജസ് അവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ഇതിലൊരു ചോദ്യമുണ്ട്. ഇത് 10th ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻ പറയുന്നുണ്ട്. അതായത് നമ്പർ ഓഫ് ഇമേജസ് എന്ന് പറയുന്നത് 360/θ - 1 ആണ്. അതായത് തീറ്റ ആംഗിളിലാണ് നമ്മളിവിടെ രണ്ട് പ്ലെയിൻ മിററുകളെ അറേഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ അവർക്കിടയിൽ ഉണ്ടാകുന്ന ആ ഒരു ആംഗിളും അതേപോലെ നമ്പർ ഓഫ് ഇമേജസ് എത്രയെണ്ണം ഫോം ചെയ്യുന്നു എന്നുള്ളതും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് 360/θ - 1. അതായത് 360, ഇപ്പോൾ ഇവിടെ 5 ഇമേജ് ആണല്ലോ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം നമ്പർ ഓഫ് ഇമേജസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 ആണ്. അപ്പോൾ ആംഗിൾ കണ്ടുപിടിക്കാം 360/θ - 1 അല്ലേ. അപ്പോൾ 5ൽ നിന്ന് -1 ഇപ്പുറത്തോട്ട് വന്നു കഴിയുമ്പോൾ 6 = 360/θ. അപ്പോൾ θ = എത്രയായിരിക്കും? 360/6, 60 ഡിഗ്രി എന്ന് ആൻസർ കിട്ടും. അപ്പോൾ 60 ഡിഗ്രി ആംഗിളിൽ പ്ലെയിൻ മിററുകളെ വെക്കുന്ന സമയത്താണ് 5 ഇമേജ് എൻ്റെ ഫോം ചെയ്തത് അവിടെ കണ്ടോ. അങ്ങനെയാണ് ഇവർക്കിടയിൽ 90 ഡിഗ്രി ആണെങ്കിലോ, 90 ഡിഗ്രി ആംഗിളിലാണ് രണ്ട് കണ്ണാടികൾ വെച്ചിരിക്കുന്നതെങ്കിൽ 360/90 - 1 ചെയ്ത് നോക്കിയാൽ മതി. എത്ര കിട്ടും? 4 - 1 3 ഇമേജസ്. ക്ലിയർ? ഇനി 360 നമുക്ക് നോക്കാം 30 നോക്കാം. 30 ആംഗിളാണ് വെച്ചിരിക്കുന്നതെങ്കിലോ -1 നോക്കി എത്ര ഇമേജ് ആയിരിക്കും? അവിടെ 12 - 1 11 കിട്ടും. അപ്പോൾ എത്രയോ ഇമേജസ് ഫോം ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. ഇത് വെച്ചിട്ട് ചോദ്യം ചോദിക്കാം. അതുപോലെ ഒരു കാര്യം നിങ്ങൾക്ക് അവിടെ ശ്രദ്ധിക്കാമല്ലോ, ആംഗിൾ കുറയുന്നതിനനുസരിച്ച് നമ്പർ ഓഫ് ഇമേജസ് കൂടുന്നത് കാണാം, ആംഗിൾ കൂടുന്നതിനനുസരിച്ച് നമ്പർ ഓഫ് ഇമേജസ് കുറയുന്നതും കാണാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഐഡിയ ആണ്, നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷൻ ആണ്. അത് നോട്ട് ചെയ്ത് വെക്കുക, എല്ലാവർക്കും അറിയാവുന്നതെന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് നമ്മളുടെ മിറർ ഇക്വേഷൻ എന്ന് പറയുന്നത് F = uv/u+v അല്ലെങ്കിൽ 1/f = 1/u+1/v ആണ്. F എന്താ? F എന്ന് പറയുന്ന ഫോക്കൽ ലെങ്ത് ആണ്. u എന്താ? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ്, മിററിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. v എന്താ? ഒബ്ജക്റ്റിൽ നിന്ന് ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് v എന്ന് പറയുന്നത്. uv/u+v അതാണ് അവിടെ സംഭവിക്കുന്നത്.
ഇനി കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ പഠിക്കുന്നുണ്ട്. 10th ബേസിക് പഠിക്കുന്നത്, പിന്നീട് +2 ടീച്ചറായിട്ട് പഠിക്കുന്നുണ്ട്. അതായത് ഈ വിയും യുവും എഫും ഒക്കെ കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻസ് ഉപയോഗിക്കുന്ന സമയത്ത് സൈൻ കൺവെൻഷൻ കറക്റ്റായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം മിറർ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഗ്രാഫിൽ എടുക്കുന്നത് പോലെ തന്നെ മിററിൽ നിന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് നമ്മൾ റേ വരുന്നതായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആ റേയുടെ അതേ ഡയറക്ഷനിലുള്ള എടുക്കുന്നതെല്ലാം, അഥവാ എക്സ് ആക്സിൽ ഈ ഡയറക്ഷനിൽ എടുക്കുന്നതെല്ലാം പോസിറ്റീവ് ആയിരിക്കും. റേയുടെ അതേ ഡയറക്ഷനിൽ ഇങ്ങോട്ടൊക്കെ എടുക്കുന്നതെല്ലാം പോസിറ്റീവ് ആയിരിക്കും. തിരിച്ച് പോളിൽ നിന്ന് ആണ് നമ്മൾ എപ്പോഴും ഡിസ്റ്റൻസ് എടുക്കുക. പോളിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ടുള്ള എല്ലാം പോസിറ്റീവും, ലെഫ്റ്റ് സൈഡിലോട്ടാണ് നമ്മൾ മെഷർമെൻറ്റ് എടുക്കുന്നതെങ്കിൽ നെഗറ്റീവ് എടുക്കണം. ഓക്കെ, അതേ പ്രിൻസിപ്പൽ ആക്സിസ് ഉണ്ടല്ലേ, പ്രിൻസിപ്പൽ ആക്സിന് മുകളിലോട്ടുള്ളതെല്ലാം പോസിറ്റീവും താഴേക്കുള്ളതെല്ലാം നെഗറ്റീവ് എടുക്കണം. ഇതാണ് കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിനകത്ത് വരുന്നത്. ഇതാ ഇവിടെ അത് കൊടുത്തിട്ടുണ്ട്. ഹൈറ്റ് അപ്വേർഡ് പോസിറ്റീവ്, ഹൈറ്റ് ഡൗൺവേർഡ് നെഗറ്റീവ്, ഡിസ്റ്റൻസ് ടുവേർഡ്സ് ലെഫ്റ്റ് നെഗറ്റീവ്, ഡിസ്റ്റൻസ് ടുവേർഡ്സ് റൈറ്റ് പോസിറ്റീവ്. ഇത്രയും കാര്യങ്ങൾ കൂടി അവിടെ നോട്ട് ചെയ്ത് വെക്കുക. സോ മിററുകളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളെയും ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ടൊക്കെയുള്ള പ്രോബ്ലംസ് ചോദിക്കാം, അതേപോലെ തന്നെ ഇമേജ് ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസും ചോദിക്കാവുന്നതാണ്. ബേസിക് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും ഈ 2 വീഡിയോകളിലൂടെ നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. സോ മിററിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇനി നിങ്ങൾ തെറ്റിക്കില്ല എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ പ്രോബ്ലംസ് കൂടി ചെയ്ത് ശീലിക്കുക. വീണ്ടും മറ്റു ക്ലാസ്സുകളിലൂടെ കാണാം. എല്ലാവർക്കും നന്ദി.